വയനാട്ടിൽ നിന്ന് കേട്ട നടുക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. പ്രസവിച്ച് മണിക്കൂറുകൾ മാത്രം പിന്നിട്ടപ്പോൾ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞെന്ന് വയനാട്ടിൽ നിന്ന് വാർത്ത വന്നു. പിന്നാലെ പല സംശയങ്ങളുണ്ടായി, ചോദ്യങ്ങൾ ഉയർന്നു. നേപ്പാളി കുടുംബത്തിൽ വലിയ ക്രൂരതയാണ് നടന്നത്. അതിൽ പുതിയ നിർണായക വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. നേപ്പാളി യുവതിയുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഭർത്താവിന്റെ അമ്മയെന്ന് യുവതിയുടെ സഹോദരിയായ ജ്യോതി പറയുന്നു. സംഭവം പുറത്തറിഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇവർ പറയുന്നുണ്ട്. യുവതിയുടെ ഭർത്താവിനെയും മാതാപിതാക്കളെയും കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നേപ്പാൾ സെമിൻപൂൾ സ്വദേശി പാർവതി നൽകിയ പരാതിയിലാണ് ഭർത്താവ് റോഷൻ, അമ്മ മഞ്ജു, അച്ഛൻ അമർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രസവിച്ചതിന്റെ പിറ്റേന്ന് മൂവരും ചേർന്ന കുഞ്ഞിനെ വകവരുത്തിയെന്നായിരുന്നു പരാതി. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. 7ാം മാസത്തിലാണ് പാർവതി വീട്ടിൽ വെച്ച് ആൺകുട്ടിയെ പ്രസവിച്ചത്. ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഭർത്താവിന്റെ അമ്മ മഞ്ജു കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ബാഗിലാക്കി വൈത്തിരിയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ചതായാണ് പ്രതികളുടെ മൊഴി. ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് പരാതിക്കാരിയായ യുവതിയുടെ സഹോദരി ജ്യോതി. ഗുരുപ്പിനാകുമ്പോൾ അവർ മരുന്ന് കൊടുത്തു, വാങ്ങിയിട്ട് പൊസിഷൻ കൊടുത്തു. അപ്പോൾ പൊസിഷന് കൊടുത്ത് ആ കൊച്ചും മരിച്ചു പോയില്ല. അപ്പോൾ 8 ദിവസം ഡെലിവറി ആയി. എട്ടാം ദിവസം പിന്നെ അവർ ബാത്റൂമിൽ പോകുമ്പോൾ അവർ ഇങ്ങനെ പിടിച്ചിട്ട് കൊന്നു കഴിഞ്ഞു. എന്നാൽ കുഞ്ഞിന്റെ മൃതദേഹം പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു സംഭവം. തുടർന്ന് നേപ്പാളിലേക്ക് പോയ യുവതി കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റയിൽ തിരിച്ചെത്തി പോലീസിൽ പരാതി നൽകിയത്. ഗർഭചിത്രത്തിനായി മരുന്ന് നൽകിയതോടെയാണ് യുവതി 7ാം മാസത്തിൽ പ്രസവിച്ചത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.